എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCRT ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സുകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് 10ാമത്തെ ദിവസമാണ് നമ്മുടെ LDC LGS 2024 വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ SCRTയോടുകൂടി 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് മുതൽ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് കടക്കുവാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ലപോലെ തന്നെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം എന്നുള്ള ചാപ്റ്ററാണ്. ഈ പദാർത്ഥ സ്വഭാവം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥ എന്ന് പറഞ്ഞ് റാങ്ക് ഫയലിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ടൈം ടേബിളിൽ അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവും, നോക്കാത്തവർ നോക്കാട്ടോ. ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളത് റാങ്ക് ഫയൽ നോക്കി ഒന്ന് പഠിക്കുക, എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളതും കൂടി ഒന്ന് പഠിക്കാം. ഇനി ഇന്നലെ ആയി റിലേറ്റ് ചെയ്തിട്ട് ഇന്നലെ പനിയായിട്ട് വേറെ ക്ലാസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SCRT ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി സ്പോർട്സ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ മാത്സിലെ ഭിന്നസംഖ്യയും ദശാംശ സംഖ്യയും അത് ഇന്നും കൂടിയുണ്ട്. അപ്പോൾ മാത്സ് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ ഇന്നലത്തെയും അതോടൊപ്പം തന്നെ ഇന്ന് വിൻ്റർ ഒളിമ്പിക്സ്, ഇത് രണ്ടും കൂടി നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നലെ എല്ലാവരും എക്സാമും എഴുതി നോക്കി കാണുമല്ലോ അല്ലേ. SCRTയുടെ എക്സാം ഓൾറെഡി നമ്മൾ ചെയ്തതുണ്ടായിരുന്നു. അത് തന്നെയാണ് കെമിസ്ട്രിയെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും എഴുതി നോക്കാത്തവരുണ്ടെങ്കിൽ അത് ഡേ 9ലെ എക്സാം എന്ന രീതിയിൽ ആ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തത് എഴുതി നോക്കാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ. എന്താണ് പദാർത്ഥം, മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത്? എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും എന്താണ്? പദാർത്ഥം അഥവാ ദ്രവ്യമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് പറയുന്നു? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നു. ഇനി ഏതൊക്കെയാണ് ദ്രവ്യത്തിൻ്റെ പ്രധാന അവസ്ഥകളെന്ന് നോക്കാം. അപ്പോൾ ആയിട്ട് 7 അവസ്ഥകളാണ്, പദാർത്ഥത്തിൻ്റെ 7 അവസ്ഥകളാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, പിന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇങ്ങനെ 7 എണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഇതാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. ഓക്കെ, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഇത് എത്രാമത്തെ എന്ന രീതിയിലല്ല, പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് 7 അവസ്ഥകളാണ്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇത് വിശദമായിട്ടൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ല, എന്താണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളത് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ അല്ലെങ്കിൽ 4ാമത്തത് ഏതാണ്? പ്ലാസ്മയാണ് അല്ലേ. അങ്ങനെ 7ാമത്തത് ഏതാണ്? ആ രീതിയിൽ കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ഇത് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എന്ന രീതിയിൽ ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ്. ഓക്കെ, ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറോൺസ് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. പദാർത്ഥ സ്വഭാവങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലേ. നോക്കി, ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് അല്ലേ. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ കണികളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ എന്തുണ്ടാവും? ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നതായിരിക്കും ആ കണികകൾ എന്ന് പറയുന്നത്. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ എന്താണ് ആൻസർ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടേക്കാണ്. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്തു പോവാം. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? താപം ആഗിരണം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഖരമായിരുന്നത് എന്തായി കാണും? ദ്രാവകമാവും അല്ലേ. ഖരം താപം ആഗിരണം ചെയ്യുമ്പോൾ എന്താവും? ദ്രാവകം ആകും.
ഇനി ദ്രാവകം താപം ആഗിരണം ചെയ്യുമ്പോൾ എന്താകും? വാതകമാകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപം ആഗിരണം ചെയ്യുമ്പോൾ, അതായത് ഖരം ദ്രാവകമാകുന്നു, ദ്രാവകം വാതകമാകുന്നു. ഇനി എന്തൊക്കെയാണ് പ്രത്യേകതകൾ? 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഒന്നാമത്തെ, കണികകളുടെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. എന്ത് ചെയ്യുന്നു? കൂടുന്നു. മുകളിലേക്ക് ആരോ ഇട്ടാണ് കൂടുന്നു എന്നതാട്ടോ. ഇനി കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? അകലവും കൂടുന്നു. ഊർജം കൂടുന്നു, അകലം കൂടുന്നു. അടുത്തത്, കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആകർഷണം കുറയുന്നു. അത് നോക്കി, നമ്മൾ കണികകൾ തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പിന്നെ അത് മാത്രമല്ല, കണികകളുടെ ചലനത്തിന് എന്ത് സംഭവിക്കുന്നു? ചലനവും കൂടുന്നു. ചലനവും കൂടുന്നു. അതായത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സോളിഡ് ആണെങ്കിൽ, ഖരമാണെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അല്ല, എല്ലാം കൂടി അടുത്തടുത്താണ് ഇരിക്കുക. അപ്പം ഇത് ഖരം. ഓക്കെ, ഒന്നാമത്തത് ഖരമാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ദ്രാവകം എന്ന് പറയുമ്പോൾ കുറച്ച് അകലം. ഇനി വാതകം എന്ന് പറയുമ്പോഴോ കുറേ അകലം. അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് സംഭവിക്കുക? താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അല്ലേ? അകലം ഇത് അടുപ്പിച്ചിരിക്കുന്നു, ഇത് കുറച്ചുകൂടി അകലുന്നു. വാതകമാകുമ്പോഴത്തേ ഇത്രയും അകലുന്നു. അപ്പോൾ ആകർഷണത്തിന് എന്ത് സംഭവിക്കും? ആകർഷണം കുറയും. പിന്നെ ചലനമോ? ചലനവും കൂടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ഇതാണ്. ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല നമ്മുടെ ടെക്സ്റ്റിൽ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തു നോക്കിയത്. ഇനി ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അതല്ലേ നമ്മളിപ്പോൾ ചെയ്തു പഠിച്ചത്? ഖരപദാർത്ഥം എന്ന് പറയുന്ന അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരിക്കുന്നത് അല്ലേ? അവിടെ എന്താണ്? സ്ഥിതി ചെയ്യുന്നത് വളരെ അടുത്തത് കൊണ്ട് അവിടെ ചലന സ്വാതന്ത്ര്യം കുറവാണ്. ഇനി ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ഖരാവസ്ഥയിലേതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. ഇവിടെ കുറച്ച് അടുത്താണ് എങ്കിലും ഖരമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ എന്താ? കുറച്ചും കൂടി ഇവിടെ ചലന സ്വാതന്ത്ര്യമുണ്ട്. എവിടെ? ദ്രാവകാവസ്ഥയിൽ. വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു, കണികകളുടെ ചലന സ്വാതന്ത്ര്യം ഇവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അവസ്ഥാ പരിവർത്തനത്തിന് കാരണം എന്താണ്? ഖരം ദ്രാവകമാകുന്നു, ദ്രാവകം വാതകമാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ അവസ്ഥ മാറാനുള്ള പരിവർത്തനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? താപനിലയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അവസ്ഥാ പരിവർത്തനത്തിന് കാരണം എന്താണ്? താപനിലയിലുള്ള വ്യത്യാസമാണ്. അതായത് താപം ആഗിരണം ചെയ്യുമ്പോൾ എന്താ? കണികൾക്ക് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. അതാണ് താപനിലയിലുള്ള വ്യത്യാസം. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? ഇതൊരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നോക്കി. കണികകൾ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖരാവസ്ഥയിൽ നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ കണികകൾ വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? വാതകാവസ്ഥയിലാണ്. ഇത് മാറിപ്പോരുത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നമ്മളോട് ചോദിക്കുക ഇതേ ക്വസ്റ്റ്യൻ അല്ലേ? കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിൽ, കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ദ്രാവകാവസ്ഥയിൽ. അങ്ങനെ മാറ്റി തന്നിട്ട് അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറയാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം എന്തൊക്കെയാണ്? ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. താപം ആഗിരണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കണം. ഊർജം കൂടുന്നു, അകലം കൂടുന്നു, ചലനം കൂടുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി എന്താണ് ഉത്പതനം? ഉത്പതനമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് ഉത്പതനം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഉത്പതനം, ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകം ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. ചില പദാർത്ഥം ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു. എന്താ പറയുന്നത്? ചില പദാർത്ഥങ്ങൾ ഖരം ചൂടാക്കി എന്താകുന്നു? ദ്രാവകം ആകാതെ വാതകമാകുന്നു. വാതകമാകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്പതനം എന്ന് പറയുന്നത്. ഉത്പതനം.
ഉത്പതനത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയൂ കേട്ടോ. ഖരം നേരിട്ട് വാതകമാകുന്നു. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉത്പതനത്തെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. ഇനി ഉത്പതനത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതം, അതിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ചോദിക്കാറുള്ളതാണ്. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഈ ഉത്പതനമാണ് കേട്ടോ. പിന്നെ പാറ്റാ ഗുളിക നമുക്കറിയാം അല്ലേ, നേരെ അത് ചൂടായി വാതകമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അയഡിൻ, കർപ്പൂരമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളമാവുമല്ല, നേരെ വാതകമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പാറ്റാ ഗുളിക, അയഡിൻ, കർപ്പൂരമൊക്കെയാണ് ഇത് ഉത്പതനം അഥവാ സബ്ലിമേഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ ഡ്രൈ ഐസ്, അത് നമുക്ക് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനത്തിന് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു കാര്യമാണ് അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഉത്പതനമാണ് കേട്ടോ. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഓർക്കുക. അമോണിയം ക്ലോറൈഡ് എന്തായി പോകുന്നു? അങ്ങനെ വാതകമായി പോകുന്നു. അങ്ങനെ ഓർക്കുക. അമോണിയം ക്ലോറൈഡ്, പാറ്റാ ഗുളിക, അയഡിൻ, കർപ്പൂരം. ഓക്കെ. അടുത്തത് വ്യാപനത്തിന് എന്ത് നമ്മൾ പറയുന്നു? ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്താ നോക്കിയേ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത്. സ്വന്തമായിട്ട് ഇപ്പം അതിന് എക്സാമ്പിളാണ് പഴങ്ങളുടെ മണം അല്ലെ. എല്ലാ പഴവും ഉണ്ടെങ്കിൽ അതിൻ്റെ മണമൊക്കെ വ്യാപിക്കുന്നു. സ്വയമേവ അവർ പരസ്പരം കലരുന്നു. അതിനെയാണ് നമ്മൾ വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഡിഫ്യൂഷൻ ഇംഗ്ലീഷും കൂടി ഓർത്തു വയ്ക്കണേ, ഡിഫ്യൂഷൻ. അപ്പം ഉത്പതനം എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്, അത് ഖരം വാതകമാകുന്നു. വ്യാപനം എന്ന് പറയുന്നത് സ്വയമേവ പരസ്പരം കലരുവാണ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പഴങ്ങളുടെ മണം വ്യാപിക്കുന്നത്. ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നമുക്ക് നോക്കാം. കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ്? ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും. കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്, ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും. എന്താണ് ശുദ്ധപദാർത്ഥം എന്ന് നോക്കി? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. ഒരേ സ്വഭാവമായിരിക്കും അവർ കാണിക്കുക. ഇപ്പോൾ ഉപ്പിൻ്റെ കണിക, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ പഞ്ചസാര, അതൊക്കെ എന്താണ്? ഒരേ കണികകൾ തന്നെയാണ് അല്ലേ. ഒരേ സ്വഭാവമുള്ള കണികകളാണെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധപദാർത്ഥം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ ഉപ്പുവെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി, ഉപ്പുവെള്ളത്തിൽ ഉപ്പും വെള്ളവും വ്യത്യസ്ത കണികകളായില്ലേ. പഞ്ചസാര ലായനിയിലോ പഞ്ചസാരയും ജലവും, അതും വ്യത്യസ്ത കണികയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? മിശ്രിതം എന്ന് പറയാം. ഇപ്പോൾ ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള കണികകൾ. പിന്നെ എന്താണ് മിശ്രിതം എന്ന് പറയുന്നത്? എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥമാണെങ്കിൽ അത് മിശ്രിതങ്ങൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള കുറേ കാര്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓരോന്നും എന്തായി റിലേറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കൽ. ഓക്കെ, മിശ്രിതത്തിൽ അടങ്ങിയ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം എന്താണോ അവരുടെ ആ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മാർഗത്തിലൂടെ ആ ഘടകങ്ങളെ വേർതിരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ, ഉപ്പുവെള്ളത്തിൽ നിന്ന് നമ്മൾ ഉപ്പിനെ മാത്രം വേർതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാഷ്പീകരണം, ഇവാപ്രേഷൻ നടത്തിയാൽ മതി. ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്താണ്? ദ്രാവകത്തെ വാതകമാക്കുന്നു അല്ലേ. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാഷ്പീകരണം. അതല്ല, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പും വെള്ളവും വേർതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ്. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, കണ്ടോ? അപ്പോൾ അതാണ് പറഞ്ഞത്, എങ്ങനെയാണോ ഘടകങ്ങളെ നമ്മൾ വേർതിരിക്കേണ്ടത് ആ ഒരു മാർഗം, അല്ലെങ്കിൽ ആ ഘടകങ്ങളെ വേർതിരിക്കുന്ന ആ ഒരു ഘടകങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഇതിനുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉപ്പിനെ മാത്രം വേർതിരിക്കണമെങ്കിൽ നമുക്ക് ബാഷ്പീകരണം ചെയ്യാം. ഇനി ഉപ്പും വെള്ളവും നമുക്ക് തിരിച്ച് വേണം എന്നുണ്ടെങ്കിൽ, വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വേണം? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് നമുക്കിനി നോക്കാം. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ നമ്മൾ ബാഷ്പീകരണം, ഉപ്പ് മാത്രം മതിയെങ്കിൽ ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്താ? ദ്രാവകം
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, ദ്രാവകം എന്താകുന്നു, വാതകമാകുന്നു. വാതകം അതാണ് ബാഷ്പീകരണം സാധാരണ നമ്മൾ ചെയ്യാറുള്ളൂ ഉപ്പിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും വെള്ളവും വേർതിരിക്കാൻ വേണ്ടിയിട്ട് സ്വേദനം. ഇത് ഞാൻ 2-3 തവണ പറയുന്നത് മാറിപ്പോവരുത് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് സ്വേദനം. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, നമുക്ക് പറയാം. അതിനു മുമ്പൊന്ന് നോക്കി. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. കണ്ടോ, മിശ്രിതത്തിലെ ഒരു ഘടകത്തിന് എന്താണ്, ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം നമുക്ക് നടത്താവുന്നതാണ്. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും ഏത് ഉപയോഗിക്കാം, സ്വേദനം ഉപയോഗിക്കാം. എന്താ പറയുന്നത്, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിലുമാണെങ്കിൽ, ഇപ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് നമ്മൾ ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്വേദനം. അപ്പോൾ അത് ഓർത്താൽ മതി. ഒരെണ്ണം ബാഷ്പീകരണശീലമുള്ളതും ഒരെണ്ണം ബാഷ്പീകരണശീലമില്ലാത്തതുമായാൽ നമുക്ക് എന്തുപയോഗിക്കാം, സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. അതൊന്നാമത്തെ കാര്യം ഏതിൻ്റെ, സ്വേദനത്തിൻ്റെ. ഇനി പറയുന്നത് എന്താ നോക്കി, രണ്ടാമത് പറയുന്നത് തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ, അത് ശ്രദ്ധിക്കണം. തിളനിലയിൽ എന്താ പറയുന്നത്, വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സ്വേദനം ഉപയോഗിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ആണല്ലോ. അസറ്റോണിൻ്റെ തിളനില എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ജലവും അസറ്റോണും കലർന്ന ഒരു മിശ്രിതം വേർതിരിക്കാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം, സ്വേദനം ഉപയോഗിക്കാം. അതായത് തിളനില തമ്മിലുള്ള തിളനിലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം, സ്വേദനം ഉപയോഗിക്കാം. ഇനി നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. സ്വേദനത്തിൻ്റെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കാണാമെന്ന് വിചാരിക്കുന്നു. ഉപ്പ് ലായനി അല്ലേ, ഇത് ഉപ്പ് ലായനിയാണ് ഇവിടെയുള്ളത്. ഉപ്പ് ലായനി സ്വേദനം വഴി നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഉപ്പ് ലായനി കൊടുത്തിട്ടുണ്ട്, അത് ചൂടാക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ ജലം പുറത്തേക്ക്, ഇവിടെയാണൊരു കണ്ടൻസർ ഉള്ളത്, പിന്നെ ഇവിടെ ശുദ്ധജലമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തിളനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന ആ മാർഗ്ഗത്തെയാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണം ബാഷ്പീകരണശീലമുള്ളത്, കണ്ടോ, ശുദ്ധജലം. ഒരെണ്ണം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ നമുക്ക് സാധാരണ നിലയിൽ ബാഷ്പീകരിക്കാത്തതുമായ നമുക്ക് സ്വേദനം ഉപയോഗിക്കാം. അപ്പോൾ ഉപ്പ് ലായനിയിൽ നിന്ന് നമ്മൾ വെള്ളം വേർതിരിച്ചെടുത്തു, ഉപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം നോക്കി. സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും അല്ലേ. സാധാരണ നമുക്ക് കിട്ടുന്ന ജലത്തിൽ എന്തൊക്കെ ഉണ്ടാവും, പല കാര്യങ്ങളും, പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക. സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഇപ്പോൾ സ്വേദനം എന്ന് കേൾക്കുമ്പോൾ ഉപ്പ് വെള്ളം ഓർക്കുക. അതിൽ ഒരെണ്ണം ബാഷ്പീകരണശീലമുള്ളതും ഒരെണ്ണം ബാഷ്പീകരിക്കാത്തതുമാണെങ്കിൽ നമുക്ക് സ്വേദനം ഉപയോഗിക്കാം. അതുമാത്രമല്ല, സ്വേദനത്തിലെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും നമുക്ക് സ്വേദനം ഉപയോഗിക്കാം. അസറ്റോണിൻ്റെ തിളനില എത്രയാണെന്ന് പഠിക്കണം. 56 ഇമ്പോർട്ടൻ്റ് ആണ്. 56 ഡിഗ്രി സെൽഷ്യസ് ആണ് അസറ്റോണിൻ്റെ തിളനില എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് അംശിക സ്വേദനം. അംശിക സ്വേദനത്തെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇവിടെ നോക്കി, ഈ പിക്ചറിൽ നോക്കി, ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഈ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം. നമുക്ക് നോക്കാം എന്താണ്.
മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത് ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കണ്ടോ, എഥനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസ്, മെഥനോളിൻ്റേത് 65 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇത് തമ്മിൽ അധികം വ്യത്യാസമല്ല അല്ലേ, തിളനിലകൾ തമ്മിൽ അധികം വ്യത്യാസമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് വേർതിരിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? ആംശിക സ്വേദനം ഉപയോഗിക്കാം. ഇവിടെ പിക്ചർ നോക്കി, ഈ പിക്ചറിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട് കണ്ടോ, ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. ബാക്കിയൊക്കെ മറ്റതുപോലെ തന്നെ ജലമകത്തേക്ക് ഫ്രാക്ഷനേറ്റിംഗ് കോളം നമുക്കൊന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ, മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു. എന്താണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ബാഷ്പീകരണവും? ഇപ്പോൾ പഠിച്ചാലേ ദ്രാവകം വാതകമായി മാറുന്നു. ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണേ. ദ്രാവകം വാതകമായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത് അല്ലേ. എന്താ സാന്ദ്രീകരണം? നേരെ തിരിച്ച്, വാതകം ദ്രാവകമാകുന്നതിനെയാണ് നമ്മൾ സാന്ദ്രീകരണം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ആ പിക്ചർ ഒന്നും കൂടി നോക്കി എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇതാണ് ആംശിക സ്വേദനം. ഇവിടെ ഉള്ളത് എന്താണ്? ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം. അപ്പോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉള്ളതാണ് ആംശിക സ്വേദനം അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇനി നോക്കിയേ. മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെഥനോൾ, എന്താ പറഞ്ഞേ? തിളനില കുറഞ്ഞ മെഥനോളിൻ്റെ എത്രയായിരുന്നു? 65. മെഥനോളും ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. മെഥനോൾ 65ഉം എഥനോൾ 78ഉമാണ്. അപ്പം തിളനില കുറഞ്ഞ മെഥനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നിന്ന് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വച്ച് തണുത്ത് ദ്രാവകമായി ചുവടുള്ള ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം മെഥനോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? കണ്ടൻസറിലേക്ക് പോയിട്ട് അവസാനം എന്തിലേക്ക്? ഇതിലേക്ക് എത്തിച്ചേരുന്നു. ഇനി തിളനില അല്പം കൂടിയ എഥനോൾ പിന്നീട് ഇതേപോലെ മറ്റൊരു ഫ്ലാസ്കിൽ നമുക്ക് ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഏറ്റവും താപനില കുറഞ്ഞത് ഏതാണോ അത് മെഥനോൾ ആയതുകൊണ്ട് നമ്മളിവിടെ മെഥനോളും ആണ് കമ്പയർ ചെയ്തത്. അപ്പം മെഥനോൾ എടുക്കുന്നു. മെഥനോൾ ആദ്യം തന്നെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നിന്ന് ബാഷ്പരൂപത്തിലേക്ക് എവിടേക്ക് പോകുന്നു? കണ്ടൻസറിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായിട്ട് ഒരു ഫ്ലാസ്കിൽ നമ്മൾ ശേഖരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് എഥനോളും ശേഖരിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ആംശിക സ്വേദനം എന്ന് പറയുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ ആംശിക സ്വേദനം. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ഇതിൽ നിന്ന് സ്വേദനം വഴിയാണ് ആംശിക സ്വേദനം വഴിയാണ് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. ഇപ്പോൾ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണയൊക്കെ നമ്മൾ വേർതിരിക്കുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ സ്വേദനം എന്താണ്, ആംശിക സ്വേദനം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. സ്വേദനം എന്ന് പറയുന്നത് ഒരെണ്ണം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അത് സ്വേദനം. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പും വെള്ളവും വേർതിരിക്കുന്നത് ഓർക്കാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ആ തിളനില വലിയ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഏതുപയോഗിക്കാം? സ്വേദനം എന്ന പ്രക്രിയ ചെയ്യാം. ആംശിക സ്വേദനം എന്ന് പറയുമ്പോൾ തിളനിലയിൽ അധികം വ്യത്യാസം ഇല്ലാത്തതാണെങ്കിൽ, തിളനിലയിൽ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ നമ്മൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആംശിക സ്വേദനമാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം ഓർത്തിരിക്കുക. പിന്നെ എഥനോളിന് 78 ഡിഗ്രി സെൽഷ്യസ്, മെഥനോളിൻ്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസുമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് നോക്കാം. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഇത് സെപ്പറേറ്റിംഗ് ഫണൽ അല്ലേ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണം ഏതാണ്? സെപ്പറേറ്റിംഗ് ഫണലാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് മണ്ണെണ്ണയും വെള്ളവും പറയാം. അപ്പോൾ മണ്ണെണ്ണയും വെള്ളവും നമ്മളൊരു ബീക്കറിലെടുത്ത് കുലുക്കിയിട്ട് ഈ സെപ്പറേറ്റിംഗ് ഫണലിൽ വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഇവിടെ ഒരു ടാപ്പ് ഉണ്ടാവും. എന്നിട്ട്
ഓക്കെ, ഇപ്പം മണ്ണെണ്ണയും വെള്ളവുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ബീക്കറും ഉണ്ടെന്ന് വയ്ക്കുക. മണ്ണെണ്ണ എവിടെ പോയി കിടക്കും? ഇവിടെ മുകളിൽ മണ്ണെണ്ണ, താഴെ ഇവിടെ വെള്ളം. അപ്പോൾ നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ടണലിൽ ഈ ടാപ്പ് ഉണ്ടല്ലോ, ഈ ടാപ്പ് ഓൺ ആക്കി കഴിഞ്ഞ് താഴേക്ക് ബീക്കറിലേക്ക് ആ വെള്ളം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് മണ്ണെണ്ണ മാത്രമായിട്ട് എടുക്കാനും സാധിക്കും. അതാണ് സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ മണ്ണെണ്ണയും വെള്ളവും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സെൻറ്റർ എന്നുള്ളൊരു ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാവും. ഓക്കെ, കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താ പറയുന്നത്? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ എന്ന രീതിയിൽ. എന്തൊക്കെയാണ്? അപ്പോൾ ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? മാർഗം ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ് അല്ലേ? പിന്നെ എന്താണ്? രാസപരീക്ഷണം ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. ആ 2 എക്സാമ്പിളും സെൻട്രിഫ്യൂഗേഷൻ്റെ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിലെടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രം ആധാരമാക്കി കറക്കുന്നു. ഇതെന്താ ചെയ്യുന്നത്? ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. നോക്കി, എന്താ പറയുന്നത്? സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിലെടുത്ത് ഉപകരണത്തിൽ വെച്ച്, ഉപകരണം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിൽ വെച്ച് നമ്മൾ ഒരു കേന്ദ്രം ആധാരമാക്കി കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തായിട്ട് വേർതിരിക്കുന്നു. ഭാരം കൂടിയത് അകന്നു പോവുകയും ഭാരം കുറവുള്ളത് നമ്മുടെ സെൻറ്ററിലേക്ക് വരികയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ഇത് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു. ടെക്സ്റ്റിൽ അതേപോലെ തന്നെ സെൻറ്റൻസ് എടുത്തതാണ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതാണ് ഇമ്പോർട്ടൻ്റ്, ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിനെയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന അല്ലേ, നമ്മൾ തൈര് കടയില്ലേ, അപ്പോൾ വെണ്ണ വരുന്നത് അതേതിനു എക്സാമ്പിളാണ്? ഈ സെൻട്രിഫ്യൂഗേഷന് എക്സാമ്പിളാണ്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രൊമാറ്റോഗ്രാഫി. എന്താണ് ക്രൊമാറ്റോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണിത് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ക്രൊമാറ്റോഗ്രാഫി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്നറിയപ്പെടുന്നത്. അപ്പം നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്തായത്? ക്രൊമാറ്റോഗ്രാഫി എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യത്തിനാണ് ഈ ക്രൊമാറ്റോഗ്രാഫി നമ്മൾ മാർഗമായി സ്വീകരിക്കുന്നത്. നോക്കി, നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ. അപ്പോൾ ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫി. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ക്രൊമാറ്റോഗ്രാഫിയാണ്. ഓക്കെ, പിന്നെ നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതും ക്രൊമാറ്റോഗ്രാഫിയാണ്. ഈ ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരമാണ് അതിശോഷണം എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ അഡ്സോർപ്ഷൻ എന്ന് പറയാം. അതിശോഷണം. ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം ഏതാണ്? അതിശോഷണമാണ്. ഓക്കെ, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? കേശികത്വം എന്ന് വിളിക്കുന്നു. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഇതൊക്കെ ക്രൊമാറ്റോഗ്രാഫിയായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. എന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ,
ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോമാറ്റോഗ്രാഫിക്ക് ആധാരം എന്ന് പറയുന്നത് ഈ അഡ്സോർപ്ഷൻ അതിശോഷണമാണ്. അത് നമുക്ക് ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ഈ സുഷിരങ്ങളിലൂടെ ദ്രാവകങ്ങൾ എവിടേക്ക് പോകുകയാണെങ്കിൽ മുകളിലേക്ക് പോകുന്നു. ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ കേശികത്വം എന്ന് പറയുന്നു. ഇതെന്താ സംഭവം ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളിവിടെ ഒരു ബീക്കർ എടുത്തു എന്ന് വിചാരിക്കുക, ഒരു ബീക്കർ. അതിലേക്ക് നമ്മളൊരു ഫിൽറ്റർ പേപ്പർ, ഈ ബീക്കറിൽ ജലം എടുത്തിട്ട് ഇവിടെ ജലമാണ്, ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫിൽറ്റർ പേപ്പറിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു കറുത്ത ഡോട്ട് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അറ്റത്ത് ഒരു കറുത്ത ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഇതിനെയാണ്, ഇങ്ങനെയുള്ളതിനെ നമ്മൾ വേർതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ പറഞ്ഞു നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ക്രോമാറ്റോഗ്രാഫിയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു കറുത്ത ഒരു പൊട്ടിട്ട് കൊടുത്തേക്കുവാന്ന് വിചാരിക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഈ ക്രോമാറ്റോഗ്രാഫി കഴിഞ്ഞ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം എല്ലാ കളറും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം വരച്ചത് ബ്ലാക്ക് അല്ലേ? ഇപ്പോൾ ഒരു ബ്ലാക്ക്, അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു എന്താണ് അതിൽ നിന്ന് കിട്ടിയത് റെഡ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, അങ്ങനെ അതിനെയാണ് അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഏതാണ്? ഈ ക്രോമാറ്റോഗ്രാഫിയാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ഓർത്തു വയ്ക്കുക, എന്താണ്? ക്രോമാറ്റോഗ്രാഫിക്ക് ആധാരം എന്ന് പറയുന്ന അതിശോഷണമാണ്. ഏതാണ്? അതിശോഷണം. അതായത് ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ സെൻറ്റർ എന്നൊന്ന് ഓർത്താൽ മതി അല്ലേ? അപ്പോൾ അത് കറക്കുന്ന കാര്യം ഒന്ന് ഓർക്കാം. എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റിലേഷനും ഉണ്ട്, പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഉണ്ട് അല്ലേ? അത് രണ്ടും ഓർത്ത് വയ്ക്കുക, എന്താണ് ഡിസ്റ്റിലേഷൻ. പിന്നെ സെപ്പറേറ്റിംഗ് ഫണൽ പഠിക്കുമ്പോൾ ആ മണ്ണെണ്ണയും വെള്ളവും എന്നുള്ള ആ ഒരു ഇത് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ് ക്രോമാറ്റോഗ്രാഫി, എന്താണ് സബ്ലിമേഷൻ, ഉത്പതനം എന്തായിരുന്നു? ഖരം നേരെ വാതകമാകുന്നത് ഉത്പതനം. പിന്നെ ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴങ്ങളുടെ മണമൊക്കെ, അതായത് സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി സ്പോർട്സായി റിലേറ്റ് ചെയ്തതും കൂടി ചെയ്തിട്ട് രാത്രി എക്സാമും എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.